ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഓരോ ഡിഫറെൻറ്റ് മെത്തേഡിലാണ് പഴംപൊരി റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന പോലെയുള്ള നല്ല ഫ്ലഫിയും ക്രിസ്പിയും ആയിട്ടുള്ള പഴംപൊരിയുടെ മെത്തേഡാണ് ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് സോഡയൊന്നും ഇല്ലാതെ തന്നെ നല്ല ഫ്ലഫി ആയിട്ടും ക്രിസ്പി ആയിട്ടും കിട്ടാനുള്ള നല്ലൊരു ടിപ്പും പറയുന്നുണ്ട്. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് നന്നായി തന്നെ ഇത് കനം കുറച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ചുകൂടെ കനത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ഒന്ന് കനം കുറച്ച് കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ലെവലിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 പഴവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കാം. ഇതിനായിട്ട് ഇപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഡ്ഡലി ബാറ്ററും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇഡ്ഡലി ബാറ്ററോ ദോശ ബാറ്ററോ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് സോഡയൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നല്ല ഫ്ലഫി ആയി കിട്ടും. കൂടെ നല്ല ക്രിസ്പിയും ആയിരിക്കും. സോഡ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്പിനെസ് കുറച്ച് കുറവായിരിക്കും. ഇത് ഒരേ സമയം പഴംപൊരി അത്യാവശ്യം ഫ്ലഫിയും നല്ല ക്രിസ്പിയും ആയിരിക്കാനുള്ള ഒരു ടിപ്പാണ്. ഇതിലേക്ക് ഇനി 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചായി വെള്ളം ചേർത്ത് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കാം. ഞാനിതുപോലെ ഇപ്പോൾ ഒന്ന് വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. ഓവർ തിക്കും അല്ല ഓവർ ലൂസും ആയി പോകരുത്. ഈ രീതിയിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുത്താൽ പഴത്തിൽ നിന്ന് വിട്ടു പോകാതെ കറക്റ്റായിട്ട് ബാറ്റർ അതിൽ പിടിച്ചിരിക്കും. ഇനി നമുക്ക് പഴംപൊരി റെഡിയാക്കാം. ഇപ്പോൾ ഓയിൽ നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പഴത്തിൻ്റെ പീസ് ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും മൊരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ ഇതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാ പഴവും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയം നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ദോശ ബാറ്റർ ഒഴിച്ചുകൊണ്ട് സോഡയൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ അത്യാവശ്യം ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള പഴം കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പഴംപൊരി എല്ലാം റെഡിയായ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.